ഹായ് ഓൾ, വെൽക്കം ടു ദ ബുക്ക് ഔൾസ്. ബുക്ക് ഔൾസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോളി വില്ലീസ് പ്രയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമാണ് ബൈ ദ ഫേമസ് പോയറ്റ് റോബർട്ട് ബേൺസ്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. പക്ഷേ മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അതുപോലെ സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷനൊക്കെ ഭയങ്കര ലെങ്തിയാണ് സംഭവം. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ അതിന് ആദ്യമേ സോറി പറയുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് നാളെയാണ് എക്സാം, ബട്ട് പ്ലീസ് കൺസിഡർ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം റോബർട്ട് ബേൺസിനെ കുറിച്ചിട്ട് നോക്കാം. റോബർട്ട് ബേൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഹീസ് എ സ്കോട്ടിഷ് പോയറ്റ് ആൻഡ് ലിറിക്സിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന് ഹീസ് ഫെമിലിയർലി നോൺ ആസ് റാബി ബേൺസ് എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പിന്നെ നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലൻഡ് ആണ്, വിച്ച് ഇസ് സെലിബ്രേറ്റഡ് വേൾഡ് വൈഡ്. ഇനി ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കോട്ടിഷ് ലാംഗ്വേജിൽ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ഒരു ഡയലക്റ്റിൽ, സ്കോട്ട് ഡയലക്റ്റിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്കോട്ടിഷ് പോയറ്റ്, നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലൻഡ് എന്നൊക്കെയുള്ള ഒരു റെക്കഗ്നേഷൻ ഇദ്ദേഹത്തിന് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഹീ ഈസ് റിഗാർഡഡ് ആസ് ദ പൈനിയർ ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ്. ഓക്കെ, നമ്മൾ കൂടുതലൊന്നും ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു പോകുന്നില്ല. നമുക്ക് നേരെ നമ്മളുടെ വർക്കിലേക്ക് പോകാം. സോ നമ്മളുടെ വർക്കിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആദ്യം നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഇതിലെടുത്ത് പറയുന്ന 2-3 പേരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു തിയറിയുടെ, കാൽവിനിസ്റ്റ് തിയറി അല്ലെങ്കിൽ കാൽവിനിസ്റ്റ് തിയറി അല്ല, കാൽവിനിസ്റ്റ് ഡോക്ടറിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഞാൻ അതുകൊണ്ട് റോബർട്ട് ബേൺസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇതിൽ പറയുന്ന ഹോളി വില്ലി ആരാന്ന് നോക്കാം. ഹോളി വില്ലീസ് പ്രയർ ആണ് നമ്മളുടെ പോത്തിൻ്റെ ടൈറ്റിൽ. സോ ഇനി ആരാണ് ഈ ഹോളി വില്ലി നോക്കണം. ഇനി എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് നോക്കണം. ഹോളി വില്ലി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വില്ലി ഫിഷർ എന്നാണ് കേട്ടോ. ചില ഇതിൽ വില്യം ഫിഷർ എന്ന് പറയുന്നുണ്ട്, ചില ഇതിൽ വില്ലി ഫിഷർ എന്ന് പറയുന്നുണ്ട്. സോ അത് നോട്ട് ചെയ്യുക. പിന്നീട് ഇവിടെ വരുന്ന വേറൊരാളാണ് ഗാവിൻ ഹാമിൽട്ടൺ, GAVIN ഹാമിൽട്ടൺ. ഓക്കെ, ഇദ്ദേഹം എന്ന് പറയുന്നത് റോബർട്ട് ബേൺസിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഓൾസോ ബേൺസിൻ്റെ ലാൻഡ് ലോർഡാണ്. ഇനി നമുക്ക് പറയുന്ന വേറൊരു ഡോക്ട്രിൻ, ഇതിൽ പറയപ്പെടുന്ന ഒരു ഡോക്ട്രിനാണ് കാൽവിനിസ്റ്റ് ഡോക്ട്രിൻ ഓഫ് ഡബിൾ പ്രെഡസ്ട്രേഷൻ, PREDES TINATION. ഓക്കെ, കാൽവിനിസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ഡോക്ട്രിൻ എന്ന് നമുക്ക് ആദ്യം അറിയണം. ആക്ച്വലി കാൽവിനിസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്, അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ബിലീവാണ്. അതായത് ദൈവം നമ്മൾ ജനിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ആരൊക്കെ ഹെല്ലിൽ പോകണം, ആരൊക്കെ ഹെവനിൽ ജീവിക്കണം എന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, നമ്മളുടെ ഗുഡ് ഡീഡ്സ് അല്ലെങ്കിൽ ബാഡ് ഡീഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഹെവൻ ഓർ ഹെല്ല് കിട്ടുന്നത് അല്ലേ. പക്ഷേ അന്നത്തെ കാലത്തെ ആൾക്കാർ, നമുക്കറിയാം ചോദിച്ചിലൊക്കെ ഇഷ്ടം പോലെ എന്താണ് തെറ്റായിട്ടുള്ള ഹിപ്പോക്രസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ചോദ്യം ചെയ്തിട്ട് വരുന്ന കുറേ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ അറിയാം. സോ ആ ഒരു ടൈം പീരീഡിൽ നിലനിന്നിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മളുടെ കാൽവിനിസ്റ്റ് ഡോക്ട്രിൻ. ഓക്കെ, സോ അതായത് ഇങ്ങനെ ഇലക്ട് ചെയ്ത ആൾക്കാർക്ക്, ഇങ്ങനെ ഇലക്ട് ചെയ്യപ്പെട്ടു എന്ന് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ഇവരിനി എന്തൊക്കെ ചെയ്താലും ശരി, എന്തൊക്കെ ബാഡ് ഡീഡ്സ് ചെയ്താലും ശരി, ഇവർക്ക് എന്താണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ, ഇവരുടെ ലാസ്റ്റ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഹെവനാണ്. ഓക്കെ, ബാക്കിയുള്ളവർ ഇനി എന്തൊക്കെ ചെയ്താലും ശരി, ഈവൻ അവർ ചെയ്തിട്ടുള്ള ആകെ ഒരു സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ദ ഫസ്റ്റ് സിൻ, ആദംസ് സിൻ ആണെങ്കിൽ പോലും ഇവരെല്ലാവരും എങ്ങോട്ടേക്ക് പോകും, ഹെല്ലിലേക്ക് പോകും എന്നുള്ളൊരു ബിലീഫ്. സോ ഈ ബിലീവിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു നമ്മളുടെ ഹോളി വില്ലി. ഓക്കെ, ഹോളി വില്ലി. പക്ഷേ ഇദ്ദേഹം മോറലി അത്ര കറക്റ്റായിട്ടുള്ള ഒരാളല്ലായിരുന്നു. ഇദ്ദേഹം ഡ്രിങ്ക് ചെയ്യുമായിരുന്നു, ഒരു വുമനൈസർ ആയിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മളുടെ ഹോളി വില്ലി. പക്ഷെ നേരെ തിരിച്ച് നമ്മളുടെ ഗാവിൻ ഹാമിൽട്ടൺ, ഇദ്ദേഹത്തിന് ഒരു ജോലിയുണ്ട്. അതായത് നമുക്ക് പെന്നി ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് ഈ പാരിഷിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ, നമുക്കിപ്പം ഓരോരോ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ, ഈ കമ്മ്യൂണിറ്റീസ് ഉള്ള ആൾക്കാർ സ്ട്രിക്ട്ലി കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മണി നമ്മളുടെ ആ ഒരു ചേർച്ചിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ അങ്ങനെ ഈ ഒരു മണി കളക്ട് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട ആൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ, ഗാവിൻ ഹാമിൽട്ടൻ്റെ ജോലിയായിരുന്നു ഇത്. പക്ഷേ ഇദ്ദേഹം മിക്കപ്പോഴും ഈ ഒരു മണി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് വളരെ പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാറില്ല. ബിക്കോസ് അവർക്ക് അവരുടെ ലിവ്ലിഹുഡിന് തന്നെ പൈസയില്ല, പിന്നെ ഈ ഒരു പാരിഷിനും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്. സോ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഈ പൈസ കളക്ട് ചെയ്യാറില്ല. സോ ഹി വാസ് അക്യൂസ്ഡ്, അതായത് ഇങ്ങനെ ഇവരിൽ നിന്നും ഈ ഒരു പൈസ ഇദ്ദേഹം കളക്ട് ചെയ്തു, ഇദ്ദേഹം തന്നെ ആ പൈസ ഇദ്ദേഹത്തിൻ്റെ ചെലവിന് വേണ്ടിയിട്ട് എടുത്തു എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിനെ അക്യൂസ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് അക്യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഹോളി വില്ലിയും പിന്നെ എൽഡർ മെമ്പേഴ്സ് ഓഫ് ദ പാരിഷും കൂടെയാണ് അക്യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ക്രിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ, KIRK. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വേറെ ഒന്നുമല്ല, ജസ്റ്റ്
സ്കോട്ട്ലാൻഡിലുള്ള ചേർച്ചിനെ നമ്മൾ പറയുന്നതാണ്. അങ്ങനത്തെ കുറേ ടേംസ് ഇതിൽ വന്ന് പോകുന്നുണ്ട്. പിന്നെ അയർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പറഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ റെഫർ ചെയ്യുന്നത് വേരിയസ്, ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരു ചേർച്ചിൻ്റെ കീഴിൽ പല പല കമ്മ്യൂണിറ്റീസ് പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതിനെയൊക്കെ റെഫർ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ബ്രോഡർ സെൻസിൽ നമുക്ക് ചേർച്ച് ഓഫ് സ്കോട്ട്ലാൻഡ് എന്നുള്ള രീതിയിൽ എടുത്തിരുന്നാൽ മതി. സോ അങ്ങനെ ഇദ്ദേഹത്തിന് അക്യൂസ് ചെയ്യുകയും ഇദ്ദേഹത്തിന് ഈ ഒരു എൽഡർ മെമ്പേഴ്സിൻ്റെ കീഴിൽ, അതായത് ഫോർ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ചേർച്ചിലുള്ള എൽഡർ മെമ്പേഴ്സ്, അതായത് ഈ പാരിഷിൻ്റെ കീഴിലുള്ള എൽഡർ മെമ്പേഴ്സ് ഒരു കോർട്ട് പോലെ ആക്ട് ചെയ്യും. നമ്മളുടെ ഈ ഒരു നാട്ടുകൂട്ടം ആ ഒരു സംഭവമില്ലേ, അതേപോലെയൊക്കെ അങ്ങനെ ആൾക്കാർ ആക്ട് ചെയ്തിട്ട് അവർ നോക്കും, അനലൈസ് ചെയ്യും, കറക്റ്റാണോ തെറ്റാണോ എന്നൊക്കെ അനലൈസ് ചെയ്യും. സോ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഗാവിൻ ഹാമിൽട്ടൺ ഹീസ് ഫ്രീഡ് ഫ്രം ഹിസ് അക്യൂസിഷൻ. ഓക്കെ, ഈ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു വേർഡിക്റ്റ് ഇദ്ദേഹത്തിന് ഫേവറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ആർക്കും ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. നമ്മളുടെ ഹോളി വില്ലിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല. ഇത് മാത്രമല്ല സംഭവം, പിന്നെ ഹോളി വില്ലി ഇദ്ദേഹത്തിനെതിരെ വേറൊരു മൂന്ന് അക്വിസിഷനാണ് കൊണ്ടുവരുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ചിൻ്റെ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മൾ പ്രെയറിന് മാത്രം ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു ഡേ ഉണ്ട്, സബത്ത്. ഓക്കെ, SABBATH അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഡേ, അതായത് നമ്മൾ പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. സോ അന്നേ ദിവസം ഇദ്ദേഹം പ്രേ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്വിസിഷൻ ഇദ്ദേഹത്തിനെതിരെ ആര് പറയുന്നുണ്ട്? നമ്മളുടെ ഹോളി വില്ലി പറയുന്നുണ്ട്. അക്വിസിഷൻ നമ്പർ 1. അക്വിസിഷൻ നമ്പർ 2 ആണ് ഈ സംഭവം, പെന്നി ഫീസിലുള്ള ക്രമക്കേട്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേസിൽ ഇദ്ദേഹം പ്രെയറിന് കൂടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. സോ ഇങ്ങനെ ഒരു 3 ഇതായിരുന്നു, കംപ്ലയിൻറ്റ്സ് ആയിരുന്നു ഇദ്ദേഹത്തിന് എതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3 കംപ്ലയിൻറ്റിൽ നിന്നും ആര് രക്ഷപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ഇതിലൊന്നും വിഷയമല്ല, ഇദ്ദേഹത്തിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആരാണ്? നമ്മളുടെ എൽഡർ മെമ്പേഴ്സ് ഓഫ് ദ ചേർച്ച്. ഓക്കെ, പറയുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഫ്രീ ആവുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഒരു ഹ്യൂമിലിയേഷനായിട്ട് തീരുന്നുണ്ട്. ആർക്കാണ്? നമ്മളുടെ ഹോളി വില്ലിക്ക്. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഹോളി വില്ലിനെ കുറിച്ചിട്ട് പറഞ്ഞു, റോബർട്ട് ബേൺസിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഗാവിൻ ഹാമിൽട്ടൺ, അദ്ദേഹത്തിന്റെ വർക്ക് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന അക്വിസിഷനെ കുറിച്ചിട്ട് പറഞ്ഞു. വി ഓൾസോ ടോൾഡ് അബൌട്ട് ദ കാൽവിനിസ്റ്റ് ഡോക്ട്രിൻ. നൗ വി ഹാവ് ദ ലിക്ചേഴ്സ്. LITCHERS, ലിക്ചേഴ്സ്. ഈ ലിക്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? അതായത് ഈ ഒരു കാൽവിനിസ്റ്റ് തിയറീനെ ബിലീവ് ചെയ്യാത്ത ആൾക്കാർ, റോബർട്ട് ബേൺസ് ഒക്കെ ഈ ഒരു ന്യൂ ലിക്ചേഴ്സും ഉണ്ട്, നമുക്ക് ഓൾഡ് ലിക്ചേഴ്സും ഉണ്ട്. ഓക്കെ, റോബർട്ട് ബേൺസും കാൽവിൻ ഹാമിൽട്ടണും ഒക്കെ ഈ ഒരു ന്യൂ ലിക്ചേഴ്സിൽ വരുന്നതാണ്. അതായത് ഈ ഒരു ഓർത്തഡോക്സ് സെറ്റപ്പിൽ നിൽക്കാണ്ട് കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരാണ് നമ്മളുടെ ഈ ലിക്ചേഴ്സ്, ന്യൂ ലിക്ചേഴ്സ് ആൻഡ് ഓൾഡ് ലിക്ചേഴ്സ്. സോ ബേൺസിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഗാവിൻ ഹാമിൽട്ടൺ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലാൻഡ് ലോർഡ് എന്നും പറയുന്നുണ്ട്. സോ ഇവരൊക്കെ ഈ ഒരു ലിക്ചേഴ്സിൽ പെട്ടവരായിരുന്നു. അതായത് ഇവരെന്താണ് ബിലീവ് ചെയ്യുന്നത്? ഈ ഒരു ഡോക്ടറിനിൽ ഇവർ വിശ്വസിക്കുന്നില്ല, കാൽവിനിസ്റ്റ് ഡോക്ടറിനിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവരെന്താ വിശ്വസിക്കുന്നത്? മാനിന്റെ ഡീഡ്, അതാണ് അവർ ഹെല്ലാണോ ഹെവനാണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ബോൺസിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഇപ്പോൾ കുറേ ആൾക്കാർ ഓക്കെ ഇവരെന്തായാലും ജനിക്കുമ്പോഴേ ഇവർ ഹെവനിലാണ് എന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഗുഡ് ഡീഡ്സ് ചെയ്യുമോ? ഇല്ല, ഇവർ ഡൈവേർട്ടഡ് ആയിട്ട് പോകുമല്ലേ, ഇവർ മോറലി മേ ബി ഇൻകറക്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു ഇതുമുണ്ട്. സോ റോബർട്ട് ബേൺസ് വാസ് സ്ട്രിക്ട്ലി അഗെയിൻസ്റ്റ് ദിസ്. സോ ഇങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇദ്ദേഹം എഴുതപ്പെടുന്ന ഒരു പോമാണ് ഹോളി വില്ലീസ് പ്രയർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺസിന്റെ ഏറ്റവും സെറ്റാരിക്കൽ പോയത്തിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, ആൻഡ് ഏറ്റവും വൈഡ് നോൺ ആയിട്ടുള്ള ഒരു സെറ്റാരിക്കൽ പോയമാണ്. ആൻഡ് ദിസ് പോയം ഓൾസോ എക്സ്പ്ലോർസ് ദ തീം വിച്ച് ഇൻക്ലൂഡ്സ് ദാറ്റ് റിലീജിയസ് ഹിപ്പോക്രസി. ഓക്കെ, റിലീജിയസ് ഹിപ്പോക്രസിനെ കുറിച്ചിട്ടും ആൻഡ് ദ കറക്റ്റീവ് ക്വാളിറ്റി ഓഫ് എക്സ്ട്രീം റിലീജിയസ് ബിലീഫ്. അതായത് ഇതിൽ നമ്മളുടെ ഹോളി വില്ലി എന്താണ് ബിലീവ് ചെയ്യുന്നത്? ദാറ്റ് ഹി ഈസ് ഡിസൈൻഡ് ടു ബി ഇൻ ഹെവൻ, അല്ലേ? ആ ഒരു എക്സ്ട്രീം റിലീജിയസ് ബിലീഫ് അദ്ദേഹത്തിനുണ്ട്. ഇനി എന്തൊക്കെ ചെയ്താലും ശരി ദൈവമെല്ലാം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പുറത്തു കൊടുക്കും, പക്ഷേ ലെസ് സിന്നേഴ്സിന് ഒരിക്കലും പുറത്തു കൊടുക്കില്ല, അവർ ഹെല്ലിലേക്ക് തന്നെയാണ് എന്നുള്ളൊരു ബിലീഫും. സോ ഇതിനെ രണ്ടിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഒരു പോം, അല്ലെങ്കിൽ ഈ ഒരു തീം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് ഓഫ് കോഴ്സ് ദ റിലീജിയസ് ഹിപ്പോക്രസി ദാറ്റ് വാസ് പ്രിവലന്റ് ഡ്യൂറിംഗ് ദോസ് ടൈം. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റാൻസ വൈസ് നോക്കുകയാണെങ്കിൽ വി ഹാവ് 17 സ്റ്റാൻസാസ്. ഓക്കെ, ഈ സ്റ്റാൻസ കൺസിസ്റ്റ് ഓഫ് 6 ലൈൻസ്. റൈമിംഗ് സ്കീമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ 1 to 6, സ്റ്റാൻസ നമ്പർ 1 to 6 എന്ന് പറയുന്നത് വില്ലീസ് അഡ്രസ് ടു ഗോഡ് ആണ്. അതായത് ഗോഡിനെ വില്ലി അഡ്രസ് ചെയ്യുകയാണ്. And from stanza 7 to 10 we have his confession, and from stanza 11 to 16
വി ഹാവ് എ പ്ലീ ഫോർ ഗോഡ്സ് ഇൻ്റർവെൻഷൻ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇനി സ്റ്റാൻസ 17 എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫൈനൽ റിക്വസ്റ്റ് ഫോർ ഗോഡ്സ് ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റാൻസ വൈസ് ജസ്റ്റ് ഒരു കുഞ്ഞ് സമ്മറി നോക്കി പോവാം. ഓക്കെ, സ്റ്റാൻസ 1 to 6 എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നത് ഇദ്ദേഹം ഇങ്ങനെ ഗോഡിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു എന്താണ്, വില്ലീസ് അഡ്രസ് ടു ഗോഡാണ്. ഗോഡിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ഗോഡിനെ ഇങ്ങനെ പ്രേസ് ചെയ്തിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. The opening 6 stanza shows Willie praising God and being thankful for his place as one of the elected. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് കാൽവിനിസ്റ്റ് ഡോക്ടറിനിൽ പറയുന്നത്. ഇദ്ദേഹം ഇലക്റ്റഡ് മെമ്പർ ആണ് എന്ന് വിശ്വസിച്ച് ഇദ്ദേഹം ഗോഡിനെ താങ്ക് ചെയ്യാണ്. എന്നെ ഒരു ഇലക്റ്റഡ് മെമ്പർ ആക്കിയല്ലോ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഈ ഒരു സ്റ്റാൻസിൽ നമുക്ക് ബേൺസ് റെഡിക്യൂൾ ചെയ്യുന്നത് കാണാം. ഓക്കെ, എന്താണ് ദ ബിലീഫ് ഓഫ് എക്സ്ട്രീം കാൽവിനിസം, ഓക്കെ, വിച്ച് ഹി ഡിറ്റസ്റ്റഡ്. Willie's God is a monster and Willie's devotion to him requires, അതായത് ഈ മോൺസ്റ്റർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കാൻ കാരണം വേറൊന്നുമല്ല, അതായത് ഇദ്ദേഹം ടുവേർഡ്സ് ദ ഫൈനൽ, നമ്മളുടെ പോത്തിന്റെ ഒക്കെ ഫൈനലിലേക്ക് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇനി ബാക്കിയുള്ളവർ ഇദ്ദേഹം ഒരുമാതിരി കേഴ്സ് ചെയ്തിട്ട് പ്രേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെസ് സിന്നേഴ്സിന്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനേക്കാളും വളരെ കുറച്ച് പാപം ചെയ്തവരുടെ ഒന്നും പ്രെയർ ഒരിക്കലും ദൈവം കേൾക്കല്ലേ എന്നുള്ളൊരു രീതിയിൽ ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു റെഫറൻസ് വരുന്നത്. നമ്മൾ അതങ്ങനെ അത്രക്ക് ഇങ്ങനെ എഴുതിയില്ലെങ്കിലും വിഷയമില്ല കേട്ടോ. സോ ഇതാണ് ഫസ്റ്റ് 6 സ്റ്റാൻസയിൽ പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ ബേൺ എംഫസൈസസ് ദ ആർബിട്രറി നേച്ചർ ഓഫ് വില്ലീസ് ഗോഡ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് വില്ലി വിശ്വസിക്കുന്ന ഗോഡ്. ഓക്കെ, സാധാ നമ്മളുടെയൊക്കെ ദൈവമല്ല, പക്ഷെ വില്ലീസ് ഗോഡിന്റെ ഈ ഒരു ആർബിട്രറി നേച്ചർ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് ഇതിൽ പറയുന്നുണ്ട്, ഒരാളെ അതായത് ഹെവനിലേക്കും ബാക്കി 10 പേരെ ഹെല്ലിലേക്കുമാണ് ഗോഡ് സെൻഡ് ചെയ്യുന്നത്. അവിടെയൊക്കെ നമുക്കൊരു ഐറണി നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ ഫ്യൂ ആണ്, ബാക്കി പീപ്പിൾ ആണ് മെജോറിറ്റി ഉള്ളത്. സോ വളരെ ഫ്യൂ ആയിട്ടുള്ള ആൾക്കാർ, അതായത് 10 പേര്, ഒരു 11 പേര് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ ഹെവനിലും പോകുന്നു, വേറെ 10 പേര് എങ്ങോട്ടാണ് പോകുന്നത്, ഹെല്ലിലേക്കും പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വില്ലിയുടെ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ there is little point in praising God's judgment if he does not benefit personally from it. അല്ലെ, ഇദ്ദേഹത്തിന് കാര്യമായിട്ടുള്ളൊരു നേട്ടമില്ലെങ്കിൽ ഗോഡിന്റെ ഈ ഒരു ജഡ്ജ്മെന്റിനെ പ്രേസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നോട്ട് ദാറ്റ് these opening stanzas are apparently about God and Willie features in 5 of them. ഈ 6 stanzയിലും ആക്ച്വലി എന്താണ്, ഗോഡിനോടുള്ള അഡ്രസ് ആണ്. ഗോഡിനെ അഡ്രസ് ചെയ്യുന്നതാണെങ്കിലും 5 പറയുന്നത് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇദ്ദേഹം ഭയങ്കരമായിട്ട് ബോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇദ്ദേഹം വളരെ നല്ലതാണ്, ഞാൻ ആ കാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ ഈ കാര്യം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹി കീപ്സ് ഓൺ ബോസ്റ്റിംഗ് അബൌട്ട് ഹിംസെൽഫ്. എന്നിട്ടാണ് ഇങ്ങനെ ഗോഡിന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റോട്ട് വരുന്നത്. സ്റ്റാൻസ 4 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ബേൺസ് എക്സ്ട്രീം കാൽവിനിസ്റ്റ് വ്യൂവിനെ എംഫസൈസ് ചെയ്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബൈ റെപ്രസെന്റിങ് വില്ലീസ് വിഷ്വലൈസേഷൻ ഓഫ് ബേബീസ് ഗോയിങ് സ്ട്രേറ്റ് ടു ഹെൽ ഫ്രം ബർത്ത്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു കാൽവിനിസ്റ്റ് തിയറി എന്താണ് പറയുന്നത്, റൈറ്റ് ബിഫോർ ബർത്ത് തന്നെ ഇറ്റ് ഈസ് ഡിസൈൻഡ് ആരൊക്കെ ഹെല്ലിൽ പോകണം ഹെവനിൽ പോകണം എന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രീം കാൽവിനിസ്റ്റ് നേച്ചർ ഓഫ് വില്ലി ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ബേബീസ് ജനിക്കുമ്പോൾ തന്നെ ഹെല്ലാണോ ഹെവനാണോ എന്ന് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. സോ ആ ഒരു വിഷ്വലൈസേഷനൊക്കെ നമുക്ക് സ്റ്റാൻസ നമ്പർ 4 കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഇദ്ദേഹം പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് അങ്ങനെയൊന്നും വേണ്ടി വരൂലല്ലോ. ഓക്കെ, ഗാഷ് മൈ ഗംസ് ആൻഡ് വീപ്പ് ആൻഡ് വെയിൽ ഇൻ ദ ബേണിംഗ് ലേക്സ്. ബേണിംഗ് ലേക്സിൽ എനിക്ക് എൻ്റെ ഗംസ് ഗ്യാഷ് ചെയ്യുകയും വേണ്ട, ആൻഡ് ഓൾസോ ഞാൻ വീപ്പ് ചെയ്യുകയും വേണ്ട. ബിക്കോസ് ഹി കൺസിഡേഴ്സ് ഹിംസെൽഫ് ആസ് ദ ഇലക്റ്റഡ് വൺ. ഓക്കെ, അവിടെ നമുക്ക് ആ ഒരു എക്സ്ട്രീം കാൽവിനിസ്റ്റ് നേച്ചർ എന്തുമാത്രം നല്ലതല്ല എന്നൊക്കെ ബേൺസ് കാണിക്കുന്നുണ്ട്. ഇൻ ദ 5th stanza Willie reveals his extreme smug and self-praising attitude. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറേ ബോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, beginning yet I am here a chosen sample. Not that his comfortable view of himself is juxtaposed with the horrors of the sinners. അല്ലെ, തൊട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റാൻസിൽ പറയുന്നുണ്ട്, അതായത് ബേണിംഗ് ലേക്സിൽ ഇവരൊക്കെ വീപ്പ് ചെയ്യും, ഇവരൊക്കെ വെയിൽ ചെയ്യും എന്ന് പറയുന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു പ്രിവിലേജ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇൻ ദ 5th stanza നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹം പറയുകയാണ്, യെറ്റ് ഐ ആം ഹിയർ, ഞാൻ ഇവിടെ നിന്റെ ദൈവത്തിനോട് ചോദിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഈവൻ ദോ ഹി ഈസ് എ ചൂസൺ വൺ, ഇദ്ദേഹം വീണ്ടും ദൈവത്തിനോട് വരുന്നു എന്ന് ഇദ്ദേഹം കാണിക്കുകയാണ് ദൈവത്തിനോട്. മനസ്സിലായോ?
സോ ഗോഡ്സ് ഗ്രേസ് ഇസ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഗോഡിന്റെ ഗ്രേസ് എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റും ആംപിളും ആണ്. ഓക്കെ, ബിക്കോസ് എന്താണ് അങ്ങനെ അദ്ദേഹം പറയാൻ കാരണം എന്താണ്, ഇതിൽ വില്ലി ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഇദ്ദേഹം ഗോഡിനെ പ്രൈസ് ചെയ്യാണ്. ഗോഡിന്റെ ഗ്രേസ് എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റും ആംപിളും ആണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് വി ക്യാൻ സീ ദ വേർഡ്സ് യൂസ്ഡ് ഹിയർ ലൈക്ക് സാമ്പിൾ, ആംപിൾ, ടെമ്പിൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് സ്റ്റാൻസ നമ്പർ 1 to 6 പോകുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് സ്റ്റാൻസ നമ്പർ 7 to 10 നോക്കാം. 7 to 10 എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റാൻസ നമ്പർ 7 to 10 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് പറയുന്നത് എന്താണ്, ഇദ്ദേഹത്തിന്റെ കൺഫെഷൻ ആണ്. ഇതിലാണ് ഇദ്ദേഹത്തിന്റെ റിയൽ നേച്ചർ ഗോഡിനോട് പറയുന്നത്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതെന്ന് പറയുന്ന ഒരു ഡ്രമാറ്റിക് മോണലോഗാണ് കേട്ടോ. അതായത് വില്ലി ഗോഡിനോട് പറയുന്നതായിട്ടാണ്, സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. സോ ഇദ്ദേഹത്തിന്റെ സെൽഫ് മുഴുവനും എങ്ങനെ എക്സ്പ്രസ് ചെയ്യാണ്, ഗോഡിനോട് എക്സ്പ്രസ് ചെയ്യാണ്. സോ ബാക്ക് സ്റ്റാൻസ നമ്പർ 7 to 10. 7 to 10 പറയുന്ന ഇദ്ദേഹത്തിന്റെ കൺഫെഷൻ ആണ്. ഇതിലാണ് ബേൺസ് കൂടുതലും ഈ ഒരു റിലീജിയസ് ഹിപ്പോക്രസീനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വില്ലി വി ഡിസ്കവർ ഇസ് എ സെക്ഷുവൽ പ്രഡേറ്റർ preying on servant girls as a matter of course, begging God's pardon and then justifying his action. സോ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇദ്ദേഹം അത്ര മോറലി കറക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഇദ്ദേഹം ഡ്രിങ്ക് ചെയ്യും ആൻഡ് ഓൾസോ ഇദ്ദേഹം ഒരു വിമണൈസർ ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഹി ഈസ് ഫൗണ്ട് ടു ബി എ സെക്ഷുവൽ പ്രിഡേറ്റർ. ഇദ്ദേഹത്തിന്റെ എൻഡും ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹം ഒരു ഡിച്ചിൽ ഇങ്ങനെ ഡ്രങ്ക് ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ച് ലൈക്ക് മദ്യപിച്ച് ആകെ ബോധം ഇല്ലാണ്ട് ഒരു ഡിച്ചിൽ വീണ് മരിച്ചു എന്നാണ് പറയുന്നത്. അത് റിയൽ ഇൻസിഡന്റ് ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരാളാണ് നമ്മളുടെ ആരാണ്, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വില്ലി ഫിഷർ. സോ ഈ ഒരു സ്റ്റാൻസ നമ്പർ 7 to 10 ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഹിപ്പോക്രറ്റിക് നേച്ചർ നമ്മൾ കാണുന്നത്. ഇദ്ദേഹം തന്നെ ഗോഡിനോട് പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു സെക്ഷൽ പ്രിഡേറ്റർ ആണ്. അതിന് ഇദ്ദേഹം പറയുന്ന കുറേ ഇദ്ദേഹത്തിന്റെ ആക്ഷൻസിനെ തന്നെ ഇദ്ദേഹം പിന്നീട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു ലൈൻസിൽ കാണാം. അതായത് ഇദ്ദേഹത്തിന് സെക്ഷൽ ഇൻട്രസ്റ്റ് സെർവന്റ് ഗേൾസിനോട് തോന്നുന്നുണ്ട് എന്ന് ഇദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് അത് ലൈക്ക് ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ഫ്ലഷ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് നാച്ചുറൽ ഫോർ ദം ടു ഹാവ് സച്ച് ഡിസയേഴ്സ്. എന്നിട്ട് ഈ ഒരു ആക്ഷൻ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഓൾദോ ഹീസ് ലൈക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് സിൻ അല്ലേ. എന്നിട്ട് അദ്ദേഹം ആ ഒരു ആക്ഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹീസ് ദെൻ ആസ്കിങ് പാർഡൻ. ഓക്കെ, ഗോഡിന്റെ പാർഡനും ചോദിക്കുന്നുണ്ട്. Arrogantly, he feels able to prompt God with a little interrogating signals. But thou remembers thou kins, maybe thou let's അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും വേണ്ട, നമുക്കത് വേണ്ട. നമുക്ക് in amongst all his self-praise and justification comes his confession, not that kind of passion which is based on real affection. So ഇദ്ദേഹത്തിനുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു റിയൽ അഫെക്ഷനോട് കൂടി നമുക്ക് ഒരാളോട് തോന്നുന്ന ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് അല്ല, ബട്ട് എന്താണ് ഇത് തെറ്റായ രീതിയിലുള്ള ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ്. ഓക്കെ, ബട്ട് എ സിനിക്കൽ ക്യാമ്പയിൻ ഓഫ് സെക്ഷൽ എക്സ്പ്ലോറേഷൻ ആണ് ഇദ്ദേഹം കാണിക്കുന്നത്. He diminishes the significance of his action with a well-worn excuse that he was drunk. എന്നിട്ട് ഇദ്ദേഹം എന്താണ് എക്സ്ക്യൂസ് പറയുന്നത്, എനിക്കിങ്ങനെ മദ്യപിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഈ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നുന്നത്. അതാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ബട്ട് ലോർഡ് that Friday I was found when I came here when I came near her. ഈ കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ എന്തായിരുന്നു, I was really drunk. ഞാൻ അവളുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും I was really drunk. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഡിസയേഴ്സ് ഒക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിഫൈ ചെയ്യാണ് ഇദ്ദേഹത്തിന്റെ ആക്ഷൻ. ഓക്കെ, ആൻഡ് ഈ ഒരു ആക്ഷനിൽ നമ്മൾ എന്താണ് കാണുന്നത്, ഹി ഈസ് ഡിഗ്നിഫൈങ് ഹിസ് ലസ്റ്റ് ആസ് സം കൈൻഡ് ഓഫ് ലെജിറ്റിമേറ്റ് ടോർച്ചർ ദാറ്റ് പെർഫെക്ട്സ് ഹിം ആൻഡ് മോൺസ് allow him to move quickly on to പ്രേയേഴ്സ് മെയിൻ കോഴ്സ്. സോ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇനി ഇദ്ദേഹം എന്തിനാണ് പ്രേ ചെയ്യാൻ വന്നത് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി നയിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഫ്രം സ്റ്റാൻസ നമ്പർ 11 to സ്റ്റാൻസ 16. ഇറ്റ് ഇസ് എ പ്ലീ ഫോർ ഗോഡ്സ് ഇന്റർവെൻഷൻ. എന്തിനാണ് ഗോഡ് ഇന്റർവെൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ കാര്യങ്ങൾ. ഓക്കെ, ഹി വാസ് ഹ്യൂമിലിയേറ്റഡ്. അതാണ് ഇനി അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇനി ഗോഡിനോട് പ്ലീ ചെയ്യുന്നത്. എന്തിനാ, ഗോഡിന്റെ ഇന്റർവെൻഷന് വേണ്ടിയിട്ട്. ഓക്കെ, Stanzas 11 to 16 reveal the main purpose of Willie's prayer based on his belief that God will destroy his enemies. He calls down God's curse on people who have humiliated him. He is seeking their destruction. So ഇതിൽ നമുക്ക്
ഒരു വല്ലാത്തൊരു നേച്ചർ ഓഫ് ഇദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ നമുക്ക് കാണാൻ പറ്റും. അതായത് ബാക്കിയുള്ളവരെ കേഴ്സ് ചെയ്യുക, ഡിസ്ട്രക്ട് ചെയ്യണേ ദൈവമേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രെയർ ആണ് ബാക്കിയുള്ള സ്റ്റാൻസേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, in these stanza, Burn uses practically effective technique of satire. Willie's invocation of God's curse, ഞാൻ പറഞ്ഞു ശപിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം എന്താക്കുന്നത്, പ്രേ ചെയ്യുന്നത്. ഓക്കെ, ഹീസ് പ്രസന്റഡ് ഇൻ എ ഹൈപ്പർബോൾ, an exaggerated way of calling down full wrath of God. സോ അതാണ് നമുക്ക് ബാക്കിയുള്ള സ്റ്റാൻസിയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, the man whom Willie asked God to destroy is Galvin Hamilton. ഓക്കെ, ഗാൽവിൻ ഹാമിൽട്ടനോട് ഇത്രയും ഇദ്ദേഹത്തിന് വൈരാഗ്യം തോന്നാനുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതാണ് ഇതിൽ വരുന്നത് ഒരു സറ്റാരിക്കൽ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാസ് ക്രിട്ടിസൈസ്ഡ് ഇൻ കോർട്ട് ഫോർ ഹാവിംഗ് പൊട്ടറ്റോസ് ഡങ്ക് ആൻഡ് ബോയിൽഡ് ഓൺ സൺഡേസ് ബിക്കോസ് ഹിസ് സൺ വാസ് ഹംഗ്രി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് വേറെ ഉണ്ടായിരുന്ന ഒരു അക്യൂസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇദ്ദേഹം സൺഡേസിൽ ഇദ്ദേഹം പ്രേ ചെയ്യാൻ പോയില്ല. ഇദ്ദേഹം എന്തുകൊണ്ടാണ് പോവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട് കേട്ടോ, ആ ഒരു സഭാ ഡേയിൽ. സോ ഇദ്ദേഹം അങ്ങനെ ചെയ്തു. ഇദ്ദേഹം എന്താണ് ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ക്രൈമാണ് ഇദ്ദേഹത്തിന്റെ മകൻ വിശന്ന് കിടന്നുകൊണ്ട് പൊട്ടറ്റോസ് ഡിഗ് ചെയ്ത് അത് ബോയിൽ ചെയ്ത് മകന്റെ ഹങ്കർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതായിരുന്നു ഏറ്റവും വലിയൊരു സിൻ ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മളുടെ വില്ലി കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു സിൻ ഇതായിരുന്നു. സോ ഈ ഒരു സിന്ന് എന്താക്കുന്നുണ്ട്, ഈ ഒരു സിന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ചതിന് ശേഷവും ഇദ്ദേഹത്തിനെ കോർട്ടിലുള്ളവരൊക്കെ വെറുതെ വിടുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ചേർച്ചിലുള്ള എൽഡേഴ്സ് ഇദ്ദേഹത്തിന് വെറുതെ വിടുകയാണ്. അറ്റ് ദ സെയിം ടൈം ഹു ഈസ് ബീങ് ഹ്യൂമിലിയേറ്റഡ്, നമ്മളുടെ വില്ലി ഹ്യൂമിലിയേറ്റ് ആവുന്നു. അപ്പം ഇതാണ് ഇദ്ദേഹത്തിനുള്ള ഒരു ഗ്രേറ്റസ്റ്റ് റിവെഞ്ച്. ഓക്കെ, ആസ് വില്ലി റിമൈൻഡ്സ് ഗോഡ്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റിവെഞ്ച് ഫോർ ബീങ് ലാഫ്ഡ് അറ്റ് ആൻഡ് ദെൻ ബീറ്റൺ ഇൻ കോർട്ട്. മനസ്സിലായോ? ബൈ ദ ലോയർ അറ്റ്കിൻ. The humiliation of being publicly defeated leads to Willie's prayer. ഈ ഒരു പ്രയറിനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he was publicly humiliated എന്നുള്ളതാണ്. സ്റ്റാൻസ 16 നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഗോഡ് ഇൻ ദൈ ഡേ ഓഫ് വെഞ്ചൻസ് ട്രൈ ഹിം. ഗോഡിനോട് ആവശ്യപ്പെടുകയാണ് ആ ഒരു ഡേ ഓഫ് ജഡ്ജ്മെന്റിലേക്ക് ട്രൈ ഹിം. ഓക്കെ, ഡോണ്ട് സ്പെയർ ഹിം എന്നാണ് പറയുന്നത്. ദിസ് സ്റ്റാൻസ ഈസ് എ സീരീസ് ഓഫ് കമാൻഡ് ടു ഗോഡ് റാദർ ദാൻ റിക്വസ്റ്റ്. ഇതെന്താണ്, ഗോഡ് അങ്ങനെ ചെയ്യണം, ഗോഡ് ഇങ്ങനെ ചെയ്യണം, ആ ഒരു ഡേ വരുമ്പോഴത്തേക്ക് ഇവനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം, എനിമീസിന്റെ കേഴ്സ് ചെയ്ത് ഇതാക്കണം എന്നൊക്കെ ഉള്ള ഒരു കമാൻഡ്സ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റാൻസയിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, and each one is full of hate and spite, and each one going against the basic belief of ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് ബിലീഫിന് എതിരെ ഇദ്ദേഹം പറയുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് സ്റ്റാൻസയിലും കാണാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഓർഡേഴ്സ് ഗോഡ്. ഓക്കെ, ഓർഡർ എന്നാണ് പറയുന്നത് ബിക്കോസ് ഇദ്ദേഹത്തിന്റെ കമാൻഡ് ആണ് ഗോഡിനോക്കുള്ള. സോ ഹി ഓർഡേഴ്സ് ഗോഡ് നോർ ഹിയർ ദെയർ പ്രെയർ. ഒരിക്കലും അവരുടെ പ്രെയർ കേൾക്കാനേ പാടില്ല. എന്തുകൊണ്ടാണ്? ഇവരൊക്കെ വില്ലിയുടെ എനിമിയാണ്, അതുകൊണ്ട് ഇവരുടെ പ്രെയർ ഒന്നും ഒരിക്കലും കേൾക്കാൻ പാടില്ല. ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ ഇവരെ സ്പെയർ ചെയ്യാനും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഹി ഈസ് അൺഅവെയർ ഓഫ് ദ ഐറണി ഓഫ് എ മോർട്ടൽ ദോ പ്രെയർ ടെല്ലിംഗ് ഗോഡ് ടു ഹിയർ ദ പ്രേയേഴ്സ് ഓഫ് നോട്ട് ടു ഹിയർ ദ പ്രേയേഴ്സ് ഓഫ് അതേഴ്സ്. ബാക്കിയുള്ളവരുടെ പ്രെയർ കേൾക്കാട്ടെ തൻ്റെ പ്രെയർ കേൾക്കണം എന്നുള്ളൊരു ഐറണി നമുക്ക് ഈ ഒരു സ്റ്റാൻസിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റാൻസ നമ്പർ 17. ഇറ്റ് ഈസ് എ ഫൈനൽ റിക്വസ്റ്റ് ഫോർ ഗോഡ്സ് ബ്ലെസ്സിങ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ബ്ലെസ്സിങ് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ആർക്കാണ്? എനിക്ക് മാത്രം, എന്നെ മാത്രം ദൈവമേ കാക്കണേ എന്ന് നമ്മൾ സിനിമയിലൊക്കെ കോമഡി ഇതിൽ കണ്ടിട്ടില്ലേ? ആ സംഭവമാണ് ഇവിടെയും വരുന്നത്. സ്റ്റാൻസ നമ്പർ 14. ഓക്കെ, ആഫ്റ്റർ ഹിസ് ഔട്ട്ബേസ്റ്റ് ഓഫ് cursing, Willie undergoes an instant transformation. പെട്ടെന്ന് വേറെ ഒരാളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻസിൽ കാണാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഇസ് നൗ ടൈം ഫോർ ഹിം ടു ആസ്ക് സംതിങ് ഫോർ ഹിംസെൽഫ്. ബാക്കിയുള്ളവരെല്ലാവരും കേഴ്സ് ചെയ്ത് കഴിഞ്ഞു, ഇദ്ദേഹത്തിനെ കുറിച്ച് ബോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇദ്ദേഹത്തിന്റെ കൺഫെഷൻ പറഞ്ഞു കഴിഞ്ഞു, ഗോഡിന് വേണ്ടി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്, ഇനി ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചോദിക്കുക എന്നതാണ്. ഓക്കെ, Burns uses a series of pairings and balances in this stanza, which emphasizes Willie's main interest in himself. അത് നമുക്ക് അതിൽ കാണാൻ പറ്റും സ്റ്റാൻസീസിൽ me and mine, എന്നെ മാത്രം, എൻ്റെത് മാത്രം. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. He asks for mercies, temporal and divine. Biblical terms ആയിട്ടുള്ള temporal, divine അതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റാൻസയിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. And it is followed by the line ഗ്രേസ് ആൻഡ് ഗിയർ. ഓക്കെ, ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡിന്റെ ബ്ലെസ്സിങ് ചോദിക്കുക. ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെൽത്തും പൊസിഷൻസിനും വേണ്ടിയിട്ട് അദ്ദേഹം ലാസ്റ്റ് ഫൈനൽ റിക്വസ്റ്റിൽ ഗോഡിനോട് ആവശ്യപ്പെടുകയാണ്.
In the final two lines of the poem, Willie has an arrogance to suggest that God will benefit ഫ്രം ജനറസ്ലി ടു വില്ലി. ഗോഡ് എന്തായാലും നല്ല രീതിക്ക് തന്നെ വില്ലിക്ക് കൊടുക്കും എന്നുള്ളൊരു കാര്യം എന്നുള്ളൊരു ബിലീഫോട് കൂടിയാണ് ഈ ഒരു സ്റ്റാൻസ എൻഡ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദ ഗ്ലോറി ഷാൽ ബി thine, amen amen. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു പോം ഇവിടെ എൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ദിസ് ദ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് കാൽവിനിസ്റ്റ് ഡോക്ട്രിൻ നോക്കുക. ഇതിൽ മെയിൻലി അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ആരൊക്കെ കുറിച്ചിട്ടാണ്, എന്തൊക്കെയാണ് എന്ന് നോക്കുക. പിന്നെ ഈ പറഞ്ഞ സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷനും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ സോറി ഫോർ ദി ഡിലേ. സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ താങ്ക് യു.